രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കൊച്ചു എക്സസൈസ് ചെയ്താലോ? റെഡി? ഓക്കെ. എല്ലാവരും സ്വസ്ഥമായിട്ടൊന്നിരുന്നേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്ന ഈശോയിൽ ശ്വാസം അത് കുറച്ച് നേരം വന്നിട്ട് ഹോൾഡ് ചെയ്യണം. ശ്വാസം വിടുമ്പോൾ നിങ്ങൾ പറയണം, എനിക്കെല്ലാം സാധിക്കും. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ശ്വാസം എടുക്കുക. ആ സമയം എന്നെ ശക്തനാക്കുന്ന ഈശോയിൽ ശ്വാസം എടുക്കുക. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശ്വാസം റിലീസ് ചെയ്യുമ്പോൾ, ശ്വാസം വിടുമ്പോൾ നമുക്ക് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു വചനഭാഗം നമുക്കൊരു 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊരു കൊച്ചു സുഹൃദീപം പിടിച്ചാലോ? എല്ലാവരും കണ്ണുകളൊന്ന് അടച്ചേ. നമുക്ക് പരിശുദ്ധാത്മാവിനെ ഈ ഒരു സമയം നമ്മുടെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു കൊച്ച് സുഹൃതജപം നമുക്ക് ചൊല്ലാം. സിസ്റ്റർ ചൊല്ലുമ്പോൾ അത് ഏറ്റു ചൊല്ലണം എല്ലാവരും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാത്മാവേ, അത്യുന്നത ശക്തിയായി എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. 3 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാത്മാവേ, അത്യുന്നത ശക്തിയായി എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഒരിക്കൽ കൂടി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാത്മാവേ, അത്യുന്നത ശക്തിയായി എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. സുഖമാണോ എല്ലാവർക്കും? ഓക്കെ, സുഖമാണല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ച് ഓർക്കുന്നുണ്ടോ? നമ്മുടെ 14-ാം പാഠത്തിലെ കൂദാശ അനുകരണങ്ങൾ എന്ന 14-ാം പാഠത്തിൽ കൂദാശ അനുകരണങ്ങളിൽ നമ്മൾ ഏതൊക്കെയാണ് കണ്ടത്? ഏതൊക്കെയാ? മൂറോൻ കൂദാശ, പിന്നെ ദേവാലയ കൂദാശ. അതെ, ദേവാലയ കൂദാശയും മൂറോൻ കൂദാശയും നമ്മൾ കണ്ടു. ഇനി ഈ ദേവാലയ കൂദാശ നമ്മൾ പറഞ്ഞു, പുതിയതായിട്ട് പണിയപ്പെട്ട ദേവാലയം ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയും അവിടെ ദൈവത്തിൻ്റെ ഭവനമായിട്ട് തീരുകയും ദൈവാത്മാവ് അതിൽ നിത്യം വസിക്കുകയും ചെയ്യുന്നുവെന്ന്, അല്ലേ? ഈ ദേവാലയ കൂദാശയുടെ 1-2 പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. പുതിയതായിട്ട് നിർമ്മിച്ച ദേവാലയം മെത്രാൻ വന്ന് അത് എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന് പ്രതിഷ്ഠിച്ച് ദൈവവിശ്വാസികൾക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൂദാശ എന്താണെന്ന് നോക്കാം, അല്ലേ? നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിട്ടിരുന്നു, നിങ്ങളുടെ അടുത്തുള്ള കോൺവെൻറ്റിലെ സിസ്റ്റർമാരെ ആരെങ്കിലും പോയി കണ്ടിട്ട് അവരോട് അവരുടെ ദൈവവിളിയെക്കുറിച്ചൊന്ന് ചോദിക്കണമെന്ന്. എത്ര പേര് ചോദിച്ചു? എല്ലാവരും ചോദിച്ചോ? എന്താ അവർ പറഞ്ഞു തന്ന് നിങ്ങൾക്ക്? കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങളുടെ ഈ കൊച്ചു പ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ, അല്ലേ? മുതിർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിക്കോളും. അപ്പം സിസ്റ്റർ പറയാം, നമുക്ക് എന്താണ് ഈ വ്രതവാഗ്ദാനം എന്ന് ഒന്ന് നോക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ വിളി ലഭിച്ചിട്ടുള്ള വ്യക്തികളെ ഈ ശുശ്രൂഷ വഴി സഭ വിശുദ്ധീകരിക്കുകയും ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. എന്താണ്? ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ വിളി ലഭിച്ചവർ, അല്ലേ? അവർ ദൈവത്തിനും ദൈവകാര്യങ്ങൾക്കും ദൈവജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ടിയാണ് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വ്രതവാഗ്ദാന ശുശ്രൂഷ വഴി ഇവരെ എന്ത് ചെയ്യുകയാണ്? വിശുദ്ധീകരിക്കുകയും അതോടൊപ്പം ഇവരെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇവർ വ്രതങ്ങളെക്കുറിച്ച് സിസ്റ്റർമാർ നിങ്ങളോട് സംസാരിച്ചോ? അവരെടുക്കുന്ന 3 വ്രതങ്ങൾ ഏതൊക്കെയായിരുന്നു? അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? തങ്ങളുടെ സമർപ്പിത ജീവിതം നയിക്കുവാനുള്ള
ആഗ്രഹം ദൈവത്തോട് യാചിക്കുകയും ആ ഒരു അനുഗ്രഹം ദൈവം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ അനുസരണം? നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ്, മാതാപിതാക്കളെ അനുസരിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. ഇതൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതല്ലേ? അതെ. അപ്പം ഈ സിസ്റ്റർമാർ എടുക്കുന്ന അനുസരണ വ്രതം എന്ന് പറയുന്നത് അവരുടെ മേലധികാരികളെയും മറ്റ് എല്ലാ സംവിധാനങ്ങളെയും അവരെന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നുവെന്ന് അവർ ദൈവസമക്ഷം വ്രതമെടുത്ത് അവർ ദൈവത്തിന് ആ ഒരു വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബ്രഹ്മചര്യം. എന്താണ് ബ്രഹ്മചര്യം? ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ അവർ വിവാഹം എന്ന കൂദാശയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്നും മാറി നിന്ന് ലോകത്തെ മുഴുവനും എന്തായിട്ട് സ്വീകരിക്കുന്നു? ലോകത്തിലെ ജനങ്ങളെ മുഴുവനും അല്ലെങ്കിൽ ദൈവമക്കളെ മുഴുവനും സ്വന്തം മക്കളായിട്ട് സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇനി ദാരിദ്ര്യം. എന്താണ് ഈ ദാരിദ്ര്യം? അതായത് അവർ പട്ടിണി കിടക്കുന്നു എന്നുള്ളതാണോ? അല്ല അല്ലേ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ലളിതമായതും മിതമായിട്ടുമുള്ള ആ ഒരു ജീവിതം നയിക്കുവാനുള്ള ആ ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടോ? അതായത് സിസ്റ്റർമാർ ആകുന്നതിന് മുമ്പ് അവർ പരിശീലനമൊക്കെ സ്വീകരിച്ച് സിസ്റ്റർമാരാകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഫോട്ടോയായത്. അതിനുശേഷം അവർ സിസ്റ്റർമാരായി സഭാവസ്ത്രം സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോയാണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. ഇനി ഇതൊരു ക്രൗണൊക്കെ വെച്ചിട്ടുള്ളൊരു ഇത് കാണുന്നുണ്ടല്ലോ. അത് അവരുടെ സമർപ്പിത ജീവിതത്തിൻ്റെ ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ അവർ അതും എന്താണ് അവർ ആഘോഷിക്കാറുണ്ട്. അതായത് തങ്ങളുടെ സമർപ്പിത ജീവിതത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നതാണ് ഈ ക്രൗണൊക്കെ വെച്ച് നമ്മൾ കാണുന്നത്. ഇനി അടുത്ത കൂദാശ അനുകരണങ്ങളിൽ പെടുന്നതാണ് മൃതസംസ്കാരം. നിങ്ങൾ ആരെങ്കിലും മൃതസംസ്കാരത്തിൽ പങ്കെടുക്കാതെ ഇവിടെ ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? എല്ലാവരും തന്നെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ ഒരു പാട്ട് കേൾക്കാത്തവർ നമ്മളിൽ ആരുമില്ല അല്ലേ? അതെ. ഈ മൃതസംസ്കാര ശുശ്രൂഷയിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രിസ്തു ശിഷ്യരുടെ മരണത്തിൽ അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവരെ, മരിച്ചുപോയ വ്യക്തികളെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ കേട്ട ഈ പാട്ടിൻ്റെ വരികൾ നമ്മൾ എന്താ ഓർമ്മിപ്പിക്കുന്നത്? നമ്മൾ സൽകൃത്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൽകൃത്യങ്ങൾ ചെയ്യണമെന്നും ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം നമുക്കും ഓരോ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും ഇതുതന്നെയാണ്. എന്താണ്? നമ്മൾ എല്ലാവരും ഈ ഒരു വഴിയെ കടന്നു പോകേണ്ടവരാണ്. അപ്പോൾ സൽകൃത്യങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്താണ്? ദൈവരാജ്യം തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാകും. ദൈവം നമുക്കത് തരും എന്നുള്ള ആ ഒരു വിശ്വാസം. അടുത്തതാണ് വെഞ്ചിരിപ്പുകളും ആശീർവാദങ്ങളും. അതായത് വെഞ്ചിരിപ്പും ആശീർവാദങ്ങളും വഴി ദൈവകൃപയാൽ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും എന്തു ചെയ്യുന്നു? തിന്മയിൽ നിന്നും തിന്മയുടെ ശക്തിയിൽ നിന്നും വിമുക്തരാക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ്? ആശീർവാദങ്ങളും വെഞ്ചിരിപ്പുകളുമൊക്കെ വഴി ദൈവകൃപ നമ്മളിലേക്ക് ലഭിക്കുകയും അങ്ങനെ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളുമൊക്കെ എന്തു ചെയ്യുന്നു? തിന്മയിൽ നിന്നും തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിച്ച് അവിടെ നമ്മൾ എന്തു ചെയ്യാണ്? വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചേട്ടായിമാരും ചേച്ചിമാരും ഒക്കെ SSLCയോ +1 +2 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹയർ പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ അവരുടെ പേന, അവരുടെ ഹോൾ ടിക്കറ്റ് ഇതൊക്കെ കൊണ്ടുപോയി വെഞ്ചരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മളീ പറഞ്ഞ ആ ഒരു ശക്തി അതിന് കിട്ടുന്നതിന് വേണ്ടിയാണ്. അത് ഓരോന്നും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പം ഈ വെഞ്ചിരിപ്പിലൂടെയും ആശീർവാദങ്ങളിലൂടെയും ഒക്കെ
നമ്മൾ തിന്മയിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രക്ഷ കിട്ടുന്നത്. നമ്മളെല്ലാവരും അതിൽ നിന്ന് വിമുക്തരാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പരമാവധി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും കയ്യിൽ വെഞ്ചരിച്ച കൊന്തയുണ്ടാകും അല്ലേ? വെഞ്ചരിച്ച അങ്ങനെ നമ്മൾ എന്തുണ്ടെങ്കിലും നമുക്കറിയാം. നമ്മുടെ അമ്മച്ചിമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അവരെന്ത് കിട്ടിയാലും അത് പള്ളിയിൽ കൊണ്ടുപോയി വെഞ്ചരിച്ച് ആ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു ശീലം. നമ്മുടെ വീടുകൾ വെഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇല്ലേ? നമ്മുടെ പുരോഹിതൻ നമ്മുടെ വീടുകളിൽ വന്ന് വീട് വെഞ്ചരിക്കാറുണ്ട്. ഓരോന്നും നമ്മൾ പുതിയ വാഹനം മേടിക്കുമ്പോഴോ അതും നമ്മൾ വെഞ്ചരിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ വെഞ്ചരിപ്പും ആശീർവാദത്തിലൂടെയും നമുക്ക് എന്താ ലഭിക്കുന്നത്? തിന്മയുടെ ആ ഒരു ശക്തിയിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? മൂറോൻ കൂദാശ, കൂദാശാനുകരണങ്ങളിലെ മൂറോൻ കൂദാശ കണ്ടു, ദേവാലയ കൂദാശ കണ്ടു, വ്രതവാഗ്ദാനം കണ്ടു, മൃതസംസ്കാരം കണ്ടു, പിന്നെ വെഞ്ചരിപ്പുകളും ആശീർവാദങ്ങളും കണ്ടു. ഇനി നമുക്കൊരു സംശയം ഉണ്ടാകാം. ഈ ഭക്താഭ്യാസങ്ങൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. ഈ കൊന്ത, നൊവേന, കുരിശിൻ്റെ വഴി ഇതൊക്കെ ചെല്ലുമ്പോൾ ഇത് കൂദാശാനുകരണങ്ങളാണോ അല്ലയോ എന്ന്. അപ്പം അതെന്താണ്? ഭക്താനുഷ്ഠാനങ്ങളാണ്. അതായത് നമ്മെ ആരാധനക്രമത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതാണ് ഈ ഭക്താനുഷ്ഠാനങ്ങൾ. ഇത് നമുക്ക് നിങ്ങളുടെ പാഠത്തിൽ പഠിക്കാനില്ല. പക്ഷേ എന്താണ്, നമുക്കൊരു സംശയം വരുന്നത് കൊണ്ട് മാത്രം ടീച്ചർ ഇതൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം കൊന്ത, നൊവേന, ആരാധന, കുരിശിൻ്റെ വഴി ഇതൊക്കെ എന്താണ്? ഭക്താനുഷ്ഠാനങ്ങൾ. ഇത് നമ്മെ എന്തിലേക്ക്? കുർബാനയിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒന്നാണ്. ഇത് സഭ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചതല്ല. പിന്നെയോ ഇതൊക്കെ വ്യക്തികളോ സമൂഹങ്ങളോ ഒക്കെ രൂപപ്പെടുത്തതാണ്. എല്ലായിടത്തും നടത്തപ്പെടണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂദാശകൾ, കൂദാശാനുകരണങ്ങൾ, ഭക്താഭ്യാസങ്ങൾ, ഇത് മൂന്നും നമുക്ക് തരംതിരിച്ച് കാണാനായിട്ട് സാധിക്കണം. നിങ്ങൾക്ക് കൂദാശകളും കൂദാശാനുകരണങ്ങളും ഭക്താഭ്യാസങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലായെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഓക്കെ, നമ്മുടെ കരങ്ങൾ കൂപ്പി പിടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കൂദാശ അനുകരണങ്ങളെന്ന ആ ഒരു പാഠഭാഗത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുവാനും കൂദാശകളും കൂദാശ അനുകരണങ്ങളും ഭക്താഭ്യാസങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കി തന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.